വഖഫ് ബില്ലിൽ മുഖാമുഖമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. മതത്തിന്റെ പേരിൽ രാജ്യത്തെ പൗരന്മാരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമെന്ന പ്രതിപക്ഷവും, ഇത് മുസ്ലിങ്ങളുടെ പള്ളികളുടെ പ്രവർത്തനത്തിൽ ഇടപെടാനുള്ള ശ്രമമല്ല എന്ന് ഭരണപക്ഷവും വാദിക്കുന്നു. സ്വത്തുക്കളാൽ തടിച്ചുകൊഴുത്ത വഖഫിൽ നിന്നും സമ്പത്ത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. ഈ വിശാല ലക്ഷ്യം മുൻനിർത്തിയാണ് JPC-യിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന 500 ഭേദഗതികൾ തള്ളി ഭരണപക്ഷത്തിന്റെ മാത്രം 32 ഭേദഗതികൾ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അമുസ്ലിങ്ങളും വഖഫ് ബോർഡിൽ വേണമെന്ന ഭേദഗതി വരുത്തിയത്. വിശ്വാസപരമായ അവകാശത്തിൽ കൈകടത്താനുള്ള നീക്കത്തെ സഭയിൽ പരാജയപ്പെട്ടാൽ കോടതിയിൽ കാണുമെന്ന് മുസ്ലിം ലീഗ് പറയുന്നു. കർഷക സമരം പോലെ തെരുവിൽ പ്രക്ഷോഭമുണ്ടാകുമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറയുന്നു. കേരളത്തിൽ വഖഫിനെ മുനമ്പവുമായി കൂട്ടിക്കെട്ടി നേട്ടം കൊയ്യാനുള്ള ശ്രമം ഏറെക്കുറെ ഫലിച്ച മട്ടാണ്. ഭേദഗതിയെ പ്രതിപക്ഷം അംഗീകരിക്കണമെന്ന് പറയുന്ന ക്രൈസ്തവ സഭകൾ അവരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സമിതിയിൽ അന്യമതസ്ഥനെ അംഗമാക്കുമോ? സഭയിൽ മുനമ്പം എടുത്തു പറഞ്ഞുള്ള മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസംഗം നൽകുന്ന സൂചനകൾ ചെറുതല്ല. BJP-യുടെ ഒട്ടിനിന്നാൽ ന്യൂനപക്ഷ വേട്ടയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് സഭാ നേതൃത്വങ്ങൾ കരുതുന്നതെങ്കിൽ അത് തെറ്റെന്ന് കാലം തെളിയിക്കും. ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമങ്ങൾ തെളിയുമ്പോൾ ലക്ഷ്യം വ്യക്തമോ എന്നതാണ് ചോദ്യം.